ഹലോ, നമസ്കാരം. ഞാനിന്ന് മെയ്യഴകം കണ്ടു. ഇതാ ഇപ്പോൾ പടം കഴിഞ്ഞ് വീട്ടിൽ കയറി വന്നേ ഉള്ളൂ. മെയ്യഴകൻ ரொம்ப അഴകന്താ, വല്ലാത്തൊരു അഴക്, വല്ലാത്തൊരു ഫീല്. ആ ഒരു ഫീല് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് വിട്ട് പോകുന്നില്ല. ഞാൻ ഈ ഫീൽ എന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്, ദുഃഖത്തിലാണ്, അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷേ ഈ സിനിമ കഴിഞ്ഞ് ഇറങ്ങി വന്നതിന് ശേഷം ഉള്ളൊരു വൈബ് എന്ന് പറയുന്നത് ഡിഫറെൻ്റാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. ഞാനിപ്പോൾ തോന്നുന്ന ആ ഒരു വികാരം ചൂടോട് കൂടിയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് മാത്രം. ഇതിപ്പോൾ ഈ സിനിമ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊന്നും ഞാനൊരിക്കലും പറയുന്നില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലി ഈ സിനിമയിലേക്ക് ഇന്നായി മുഴുകി. മുഴുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി മുഴുക്കമാണ് ഞാൻ മുഴുകിയത്. ലൈക്ക് എന്താ ഞാൻ പറയുക, ആ കഥാപാത്രങ്ങളുടെ കൂടെ അവരുടെ കൂടെ ഒരു ഭാഗമാവുക, അവരുടെ കൂടെ സഞ്ചരിക്കുന്ന പോലെ നമുക്ക് തോന്നുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനൊരു സിറ്റുവേഷനാണ് എനിക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫീൽ ചെയ്തത്. ഭയങ്കര ലെങ്തി ആട്ടോ, ഭയങ്കര എന്താ, ഒരുപാട് ഡ്യൂറേഷനൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്ക്. പക്ഷെ എനിക്കൊരു തരത്തിൽ ഇത് ബോറടിക്കുക അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ട് സീൻസ് തോന്നുക അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഈ പറഞ്ഞ 3 മണിക്കൂർ എന്നുള്ളൊരു സാധനമേ എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തില്ല, അത്രയും നേരം എന്നുള്ളൊരു സംഭവം. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈഫാണ്. ഓക്കെ, ഒരു ലൈഫ്, അല്ലെങ്കിൽ അത്രയും ഡെപ്ത് ഉണ്ട് ഈ സിനിമയ്ക്കും. അതിൻ്റെ ഒരു കഥയ്ക്കും ഒരു ഡെപ്ത് ഉണ്ട്, അതിൻ്റെ കഥാപാത്രങ്ങൾക്കൊരു ഡെപ്ത് ഉണ്ട്. ഇതെനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. എൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്, എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ അകത്ത് കാർത്തിയുടെ ക്യാരക്ടർ, അയ്യോ എന്ത് രസമായിട്ട് മൂപ്പര് ചെയ്തിരിക്കുന്നത്. അടിപൊളി പെർഫോമറാണ് പുള്ളി, അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കെന്നല്ല, ഈ സിനിമയിലേക്ക് ഇമോഷണലി ഇന്നാവാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ആളുകൾക്ക് ഇതിൻ്റെ അകത്ത് കാർത്തിയുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഭയങ്കര സ്നേഹമൊക്കെ പുള്ളിയോട് നമുക്ക് തോന്നും. ലൈക്ക് രസമാണ് പുള്ളി, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അരവിന്ദ് സ്വാമി പറയേണ്ട ആവശ്യമില്ല, പുള്ളിയും അടിപൊളിയായിട്ട് ഇതിൻ്റെ അകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ പരിപാടികളാണ്, മനസ്സിലായത്. അതൊരു ഇമോഷണൽ പരിപാടിയാണ്. ഇത് കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മോനെ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ സിനിമ കണക്ട് ചെയ്യാത്ത ആൾക്കാർക്ക്, ഇന്നാവാൻ വേണ്ടി പറ്റാത്ത ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് ബോറടിക്കും. പക്ഷെ നേരെ മറിച്ച് ഇത് ഇന്നായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിനിമ തീരണ്ട എന്ന് തോന്നും. അത്തരത്തിലാണ് ഈ സംഭവം ഇവർ എടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ആ ക്യാരക്ടറിൻ്റെ ഡെപ്ത്, ആ കഥയുടെ ഡെപ്ത് ഒരു ലെവലാണ്, ഒരു വേറെ വൈബാണത്. ഇപ്പോൾ സീൻ ബൈ സീനൊക്കെ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വേണ്ട, നിങ്ങൾ പോയി കാണും, അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും, തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഞാൻ പറയുള്ളൂ. പോകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളിത് ഭയങ്കര മറ്റേ എന്താണ് അടിപൊളി വാവ് 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 ആ പടമാണെന്നൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് വഴിക്ക് പോകണ്ട. അങ്ങനെയല്ല, ഇത് വളരെ നീറ്റായിട്ട് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു വളരെ ഒരു താളത്തിൽ പോകുന്നൊരു സിനിമയാണ്. ഓഫ് കോഴ്സ് ഇതിൻ്റെ തമാശകളൊക്കെ ഉണ്ട്, എനിക്ക് വർക്കായി. എല്ലാ തരത്തിലുള്ള തമാശകളും വലിയ വലിയ കൂടുതൽ തമാശ, മുഴനീള തമാശ എന്നൊന്നുമല്ല, പക്ഷേ ചെറിയ സിറ്റുവേഷണലായിട്ടുള്ള പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി, എനിക്ക് ഒരുപാട് ചിരിക്കാനൊക്കെ പറ്റി. കാർത്തി രസമാണ്, അതാ ഞാൻ പറഞ്ഞത്. കാർത്തിയോട് നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമൊക്കെ ആക്ച്വലി തോന്നും. പിന്നെന്താണ്, പിന്നെ എനിക്കിതിൻ്റെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. മറ്റേ കാർത്തിയുടെ വീടുണ്ട്, എന്തൊരു രസമാണത്. അവിടെയൊക്കെ പോയിട്ട് ലൈക്ക് ഇങ്ങനെ ഇരുന്ന് വളരെ സൈലൻസ്, ഓക്കെ, ഇങ്ങനെ അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ വൈബ് ചെയ്യാനൊക്കെ തോന്നും. അമ്മാര് നല്ല വൈബ്, ഒരു 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 സെറ്റപ്പ്, നല്ല രസമുള്ളൊരു ഒരു വീടാണ്. പിന്നെ വേറെ എന്താണ് എടുത്ത് പറയുക, കുറേ വേട്ടാവളിയന്മാർ സിനിമ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, മിണ്ടാതിരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇറങ്ങിപ്പോരുക. അങ്ങനെ ചെയ്യാണ്ട് ഇതിൻ്റെ അകത്ത് വെച്ചാൽ ഇമോഷണൽ സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് കടന്നിട്ട് കൂക്കുക, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, കമൻ്റ് അടിക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ പല ഊളന്മാരും അതിൻ്റെ അകത്തിരുന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കരമായി ഇറിറ്റേറ്റഡായി. ഇറങ്ങി പോയിക്കൂടെ, എന്തിനു നാണില്ലാണ്ട് വന്നിരിക്കുന്നത്? എ സി ഉണ്ട്, കാശ് കൊടുത്താണെന്നും പറഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെടാതെ വന്ന് നാണില്ലാതിരിക്കേണ്ട കാര്യം എന്താണ്? ഇരുന്നോട്ടെ, പക്ഷേ ബാക്കിയുള്ള ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ലല്ലോ. ആ സമയത്ത് സീൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഒന്നും മിണ്ടിയില്ല. എന്തെങ്കിലും പണ്ടാരം വള്ളി പിടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ മിണ്ടാതെ ഇരുന്ന് ഇങ്ങനെ കുറേ കൾച്ചറില്ലാത്ത കുറേ കിഴങ്ങന്മാർ വന്നിരിക്കും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇറങ്ങിപ്പോണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. അല്ലാതെ കമൻ്റ് അടിച്ചുകൊണ്ട് ഊളത്തരം കാണിക്കുകയല്ലല്ലോ ചെയ്യേണ്ടത്. അത് ഭയങ്കരമായിട്ട് മണ്ടയായെന്ന് തുടങ്ങി.
ഓക്കെ, ഞാൻ കാര്യത്തിൽ നിന്ന് വിട്ടുപോയി. വീണ്ടും ബാക്ക് ടു സിനിമയെക്കുറിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഇതെന്താ അറിയോ, ഇപ്പം നമുക്ക് ചില സിനിമയിലൊക്കെ ഈ പരിപാടിയൊക്കെ കാണുന്ന സമയത്ത് പാസവും കൂസവും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും, അല്ലെങ്കിൽ ചില സാധനങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ക്രിഞ്ചായിട്ടൊക്കെ തോന്നും. നമുക്ക് എന്താണ് ഓണസ്റ്റ്ലി ചിരിയൊക്കെ വരും, അല്ലെങ്കിൽ നല്ലൊരു സാധനമൊക്കെ തോന്നും അമ്മാതിരി പാസമൊക്കെ ചില സിനിമകളിൽ കാണുമ്പോൾ. പക്ഷെ ഇതിലേക്ക് വരുന്ന സമയത്ത് പാസം ഉണ്ടോ ചോദിക്കുകയാണെങ്കിൽ പാസമാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ക്രിഞ്ചാണോ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചില ആൾക്കാർ വിലയിരുത്തുമായിരിക്കും, ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഒരിക്കലും ഇത് മടുപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അയ്യേ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഇമോഷണൽ സീനുകളോ അല്ലെങ്കിൽ ക്രിഞ്ച് അടുപ്പിക്കുന്നില്ല, അങ്ങനെ ഒരു സാധനമല്ല അത്. ആ കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കഥയുടെയൊക്കെ ഒരു ഡെപ്ത് കാരണമാണ് അങ്ങനെ എനിക്ക് പേഴ്സണലി ആ ഒരു ക്രിഞ്ചും അല്ലെങ്കിൽ ഹെവി പാസുമായിട്ടൊന്നും തോന്നാതിരുന്നത്. ബട്ട് ഒരു റിയാലിറ്റി പോലെയൊക്കെ ഒരു ഫീൽ, ഒരു പുസ്തകമൊക്കെ ഇങ്ങനെ വായിക്കുന്നതൊക്കെ ഒരു ഫീലൊക്കെയാണ് എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടിയത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ അകത്തുള്ള പല സീൻസും ഭയങ്കര ലോങ് ആണ്. ഓക്കെ, ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ഭയങ്കര ഇപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് മറ്റേ കല്യാണത്തിൻ്റെ ഒരു സീനൊക്കെ ഉണ്ട്. അതിൽ അരവിന്ദ് സ്വാമിയും പിന്നെ ഒരു നടിയും തമ്മിലുള്ളൊരു സീനുണ്ട്, ഒരു മണ്ഡപത്തിൽ വെച്ചിട്ടുള്ളത്. ലോങ് ആയിട്ടുള്ളൊരു സീനാണ്, ഏകദേശം ഒരു 5 മിനിറ്റ് 5-6-7 മിനിറ്റ് കണ്ടിന്യൂസ്ലി ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു സീനാണത്. അത് കാണുമ്പോൾ തന്നെ അത് വേണമെങ്കിൽ ആൾക്കാരത് അയ്യോ പാസമേ ക്രിഞ്ച് എന്നൊക്കെ ഉള്ള രീതിയിൽ തോന്നിയിരിക്കും. പക്ഷേ എനിക്കെന്നല്ല, ഇതിലേക്ക് ഇന്നാവാൻ വേണ്ടി പറ്റിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആ സീനൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ആയിട്ടുണ്ട്. എനിക്ക് സത്യത്തിൽ ഭയങ്കരമായിട്ടൊരു സന്തോഷക്കണ്ണീരല്ല, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സാധനം അങ്ങോട്ട് തോന്നിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഫീലൊക്കെയാണ് എനിക്ക് ആ സീനൊക്കെ വന്ന സമയത്ത് തോന്നിയത്. അതാ ഞാൻ പറഞ്ഞത്, തീരെ മടുപ്പിക്കുന്നില്ല. ഇപ്പോൾ സീൻസൊക്കെ ഭയങ്കര ലെങ്തിയാണ്, ചില സീനുകളൊക്കെ ഭയങ്കര ലെങ്തിയാണ്, പക്ഷേ അതിൽ കാര്യമുണ്ട്, മനസ്സിലായ കാര്യമുണ്ട്. അത് ഡിമാൻഡ് ചെയ്യുന്ന ലെങ്ത്താണ് പല സീനുകൾക്കും ആക്ച്വലി കൊടുക്കുന്നത്. പിന്നെ എന്താണ് അരവിന്ദ് സ്വാമിയും കാർത്തിയും കൂടിയിട്ട് സൈക്കിളിലൊരു സ്ഥലത്തേക്ക് പോവും. അവിടെ കുത്തിയിരുന്നിട്ടൊരു വലിയൊരു സീനുണ്ട്, മനസ്സിലായ വലിയൊരു സീനാണ്. ഇങ്ങനെ കാർത്തിയിരുന്നിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന ഒരു സീനാണത്. സാധാരണ ചില സീനുകളൊക്കെ അത്രയും ലെങ്ത്തൊക്കെ വെക്കണ സമയത്ത് എന്ന് തോന്നും. പക്ഷെ ഇത് നമ്മളിങ്ങനെ കേട്ടിരിക്കും, ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ കേട്ട്. കാരണം കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ആ ഡയലോഗ് പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡയലോഗല്ല, ലൈക്ക് ആ ഒരു സീൻ ഇങ്ങനെ പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ നീണ്ടിങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഇതിങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. അത് പുള്ളിയുടെ ആ ഒരു പെർഫോമൻസും വളരെ നാച്ചുറലായിട്ട് പുള്ളി ചെയ്യുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇന്നാവാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ, ഇമോഷണലി ഈ സിനിമയിലേക്ക് ഇന്നാവാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മാസ്റ്റർ ക്ലാസ് സാധനം കണ്ടൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് ആക്ച്വലി ഉണ്ടാവുക. ഞാൻ വീണ്ടും പറയുന്നു, ഇന്നായില്ലെങ്കിൽ പെട്ടു കഴിഞ്ഞ് കഥം കലാസ് എന്നുള്ളൊരവസ്ഥയായിരിക്കും. പിന്നെന്താണ്, ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. അവസാനമൊക്കെ ആവുന്ന സമയത്ത് എന്താ പറയുക, നമുക്ക് ടെൻഷനാണ്. ഇതിപ്പോൾ കാർത്തിക്ക് വിഷമാവുമോ, അരവിന്ദ് സ്വാമി ഇനിയിപ്പം ഇയാളെ മനസ്സിലായില്ല അല്ലെങ്കിൽ ഇത് ആരാണ് എന്നുള്ളൊരു സംഭവം കാർത്തി അറിയുന്ന സമയത്ത്, അതായത് കാർത്തിയോട് ഇനിയിപ്പോൾ ഇവനെ മനസ്സിലായില്ല എന്നുള്ളൊരു സാധനം അരവിന്ദ് സ്വാമി പറയണ സമയത്ത് കാർത്തിക്ക് വിഷമാവുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു. അയ്യോ ഇതിപ്പം വിഷമിക്കുമല്ലോ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ ഇപ്പം ഭയങ്കര സ്നേഹമൊക്കെ അരവിന്ദ് സ്വാമിയുടെ അടുത്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അരവിന്ദ് സ്വാമി ആണെങ്കിൽ കുടുങ്ങിയിരിക്കുക, അത് ആരാന്ന് മനസ്സിലാവാതെ. അരവിന്ദ് സ്വാമി ആണെങ്കിലും ഭയങ്കര ടെൻഷനിൽ. അരവിന്ദ് സ്വാമി ഇത് അറിയില്ല എന്നുള്ള കാര്യം കാർത്തിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തി ഭയങ്കരമായിട്ട് വിഷമിക്കും. കാർത്തിയുടെ വിഷമത്തിലായിരുന്നു ഞാൻ ഭയങ്കര കൺസേൺഡ്. കാരണം അയ്യോ അയാൾ വിഷമിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. ആ ഒരു ക്യാരക്ടർ നമ്മളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ അങ്ങനൊരു ഭയങ്കര സ്നേഹമുള്ളൊരു മനുഷ്യൻ. അപ്പോൾ ഇത് പറയുമ്പോൾ അയാളുടെ റിയാക്ഷൻ എന്തായിരിക്കും, അയാൾക്ക് എങ്ങനെയായിരിക്കും അത് ഫീൽ ചെയ്യുന്നത്, അത് നമ്മുടെയും കൂടി ഒരു ഫീലിംഗ് ആയിട്ട് മാറുക എന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ. പിന്നെ അരവിന്ദ് സ്വാമിയുടെ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ട്, ലൈക്ക് ഇതെങ്ങനെ പറയും. കാരണം കാർത്തിയാണെങ്കിൽ എന്നോട് ഭയങ്കര സ്നേഹം കാണിക്കുന്നു. ഇതിപ്പം ഞാൻ ഇവൻ്റെ ഇവനാരാന്നോ ഇവൻ്റെ പേരെന്താണെന്നുള്ളത് മനസ്സിലായില്ല എന്നുള്ളത് ഞാൻ എങ്ങനെ പറയും. ആസ് ആൻ ആക്ടർ ആ ഒരു ടെൻഷൻ അത് പുള്ളി പെർഫോം ചെയ്ത് അത് പ്രകടിപ്പിക്കുന്നൊരു രീതി എന്നൊക്കെ പറയുന്നത്, അത് കാർത്തിയുടെ വീട്ടിൽ നിന്നുള്ളൊരു സീനൊക്കെയാണത്. അത് പുള്ളി അസലായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാവും. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ കാർത്തിയുടെ ഫീലിംഗ് നമ്മുടെ ഫീലിംഗ് ആയിട്ട് തോന്നും, അരവിന്ദ് സ്വാമിയുടെ അവസ്ഥയും നമ്മുടെ ഒരു അവസ്ഥയായിട്ട് തോന്നും. ഇതാണ് ആ ഒരു സിനിമയുടെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഓവറോൾ ഒരു കിടിലൻ സിനിമ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പറയുക, ഇതൊക്കെ
ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് പറയേണ്ടി വരും. ഇത്രയൊക്കെ ഞാൻ പറയുള്ളൂ. നിങ്ങൾ പറ്റിയാൽ പോയി കാണുക. ഐ വിഷ് ഈ സിനിമയൊക്കെ നല്ല രീതിയിൽ വർക്ക് ആവണം. കാരണം നല്ല സിനിമയത്. എനിക്കറിയില്ല ഇതൊക്കെ ഹിറ്റ് ആകുമോ ഇല്ലേ എന്നുള്ളത്. ഇനിയിപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ, നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് പറയുമ്പോൾ കാശ് വാങ്ങി ചെയ്തു അത് ഇത് എന്നൊക്കെയുള്ള രീതിയിൽ ആൾക്കാർക്ക് ഒരു അഭിപ്രായം പലപ്പോഴും കമൻറ്റ് ബോക്സിലൊക്കെ വരാറുണ്ട്. അപ്പോൾ പറയാനുള്ളത്, തമിഴ്നാട്ട് ടീമുകളാണ് ഇവരൊക്കെ. അവർക്കിപ്പോൾ നമുക്ക് കാശ് തന്നിട്ടൊന്നും ചെയ്യിക്കാനൊന്നുമില്ല. നമുക്ക് പോയി കണ്ടു, പടം ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്തു, അങ്ങനെയൊക്കെ തന്നെ വന്നിരുന്ന് പറയണം. ഇത്രേ ഉള്ളൂ. പിന്നെ മറ്റേ മണ്ടന്മാർ, എനിക്കത് ഭയങ്കരമായിട്ട് അത് പറഞ്ഞിട്ട് മതിയാവുന്നില്ല. അത് പണ്ടൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ തിയേറ്ററിലൊക്കെ വന്നിട്ട് ഈ നിലവിളിക്കാനും, അല്ലെങ്കിൽ നിലവിളിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെറുതെ പടം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുന്നതിന് പകരം കമൻ്റ് അടിയും, അല്ലെങ്കിൽ ഓരോ സീനുകൾ വരുന്ന സമയത്ത് അവരെ കളിയാക്കിക്കൊണ്ടുള്ള വർത്തമാനം കുറക്കെ ബാക്കിയുള്ളവർ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലൊക്കെ പറയുന്നതൊക്കെ കാണുമ്പോൾ, പണ്ടൊക്കെ നമ്മൾ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ചൂടായിട്ടുണ്ട്, ബഹളം വെച്ചിട്ടുണ്ട്. എസ്ര കാണാൻ വേണ്ടി പോയ സമയത്ത് ഇതുപോലെ സൈലൻസും അല്ലെങ്കിൽ ചില സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർ കമൻ്റ് അടിയും പുച്ഛങ്ങളും കൂക്കലും ഒക്കെ ആയിട്ട് ഒരുപാട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ മുമ്പിലിരുന്നിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തുനിന്ന്. അന്ന് പ്രശ്നം ഉണ്ടാക്കി, വലിയ പ്രശ്നത്തിലേക്കൊക്കെ ആക്ച്വലി പോയി. പിന്നെ അതിനുശേഷം വേറെ വള്ളികളൊന്നും കാര്യമായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല. അത് വള്ളി പിടിക്കേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ്. തിയേറ്റേഴ്സിൽ ഇത്തരത്തിലുള്ള ന്യൂസൻസുകളൊക്കെ ആക്ച്വലി ഉണ്ട്. കാശ് കൊടുത്ത് കയറി എന്നുള്ളതൊക്കെ ഓക്കെയാണ്. പക്ഷേ കാശ് കൊടുത്ത് കയറിയെന്നും പറഞ്ഞിട്ട് എല്ലാവരും കാശ് കൊടുത്തിട്ടല്ലേ കയറുന്നത്. അപ്പോൾ പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇറങ്ങി വരിക, അതല്ലെന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് അവിടെ കിടന്നിട്ട് ഓരോ സീൻസൊക്കെ വരുന്ന സമയത്ത്, ചില ഇമോഷണൽ സീനുകളൊക്കെ വരുന്ന സമയത്ത് അവർക്കത് കണക്ട് ആവില്ലെന്നും പറഞ്ഞുകൊണ്ട് അവരതിനെ പുച്ഛിക്കുകയും എന്താണ് പറയുക, കളിയാക്കിക്കൊണ്ട് സംസാരിക്കുകയും അവരുടെ ഇടയിൽ തമ്മിൽ പറഞ്ഞിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് അത്രയും സൈലൻസ് ആയിട്ട് ഇങ്ങനെ ആൾക്കാർ പലരും എൻജോയ് ചെയ്ത് കാണുകയൊക്കെ ആയിരിക്കും. പലരും കണക്റ്റായിട്ട് ഇമോഷണലി കണക്റ്റായിട്ടൊക്കെ ഇരുന്ന് കാണുമായിരിക്കും. ഇത് അവരെയും കൂടിയും ഡിസ്റ്റർബ് ചെയ്ത് വൃത്തികേടാക്കുന്ന പരിപാടികളൊക്കെയാണ് ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ളുപിടിച്ചിട്ടൊക്കെ വന്നായിരിക്കും തോന്നുന്നുണ്ട്. ലൈക്ക് നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു. അത് ഇത്രേ പറയാനുള്ളൂ. ഞാൻ ഇതും കൂടി ഉൾപ്പെടുത്തിയത് മാത്രം കേട്ടോ പറഞ്ഞു വന്നില്ല. അപ്പം മെയ്യഴകൻ ടോക്കിൽ പറയണത് നല്ലൊരു സിനിമയാണ്. ഇമോഷണലി ഭയങ്കരമായിട്ട് നമ്മളെയൊക്കെ പിടിച്ചിരുത്തുന്ന ഒരു കൈൻഡ് ഓഫ് സിനിമയൊക്കെ ആയിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. സോ ഇത്രയൊക്കെ പറയാനുള്ളൂ. ദാറ്റ്സ് ഇറ്റ്.